ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പാർട്ട് കാണാനായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത് എന്തായിരുന്നു? രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? കണ്ടക്ഷൻ ഓഫ് ഹീറ്റും പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ കൺവെക്ഷനിലാണ് നിർത്തിയത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺവെക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് കൺവെക്ഷൻ എന്ന്. ഓക്കെ, അപ്പൊ കൺവെക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൺവെക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? ലാൻഡ് ആൻഡ് സീ ബ്രീസ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലാൻഡ് ബ്രീസ് എന്താണ്, സീ ബ്രീസ് എന്താണ്? ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് അല്ലെ, കേരളത്തിൽ പോയ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞ എന്താണ്, അവൻ ഇപ്പൊ പറയുന്നത് അവൻ ബീച്ചിൽ പോയ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഡ്യൂറിങ് ദി ഡേ ടൈമിൽ, അതായത് ഡേ ടൈമിൽ എന്താണ് അവൻ പറയുന്നത്? സാൻഡ് അല്ലെങ്കിൽ സോയിൽ, ബീച്ചിനടുത്തുള്ള സാൻഡ് എന്താണ് വളരെ ഹോട്ടർ ആയിട്ട് അവന് തോന്നി. എന്തിനേക്കാൾ? സീ വാട്ടറിനേക്കാൾ അവിടുത്തെ മണ്ണിനാണ് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടതെന്ന് അവൻ പറയുന്നു കേട്ടോ. അതേസമയം നൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ്. എന്താണ്? സോയില് വളരെ തണുത്തതും വാട്ടർ എന്താണ് കുറച്ചും കൂടെ ചൂടേറിയതായിട്ടാണ് അവന് തോന്നിയത്. ഇതിന് എന്തായിരിക്കും കാരണം? അപ്പൊ പേമ പറയാണ്, ഡിഫറെന്റ് ഒബ്ജക്റ്റിന് ഡിഫറെന്റ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് ഡിഫറെന്റ്ലി. ഡിഫറെന്റ് ആയിട്ടാണ് എന്താണ് ഹീറ്റ് ആവുന്നതും കൂൾ ആവുന്നതും. നമുക്ക് നോക്കാം അല്ലേ, ഇത് എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു ചെറിയ ഒരു ആക്ടിവിറ്റി ഉണ്ട്. സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് നോക്കാം. എന്താണ്? നമ്മളൊരു ഐഡന്റിക്കൽ ആയിട്ടുള്ള, അതായത് ഒരേപോലെയുള്ള രണ്ട് ബൗൾ എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അറിയേണ്ടത് സോയിലും വാട്ടറും അല്ലെ, ബീച്ചിൽ ആ സോയിലും വാട്ടറും എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബൗളിൽ എന്താണ് സോയിൽ എടുത്തു, ഒരു ബൗളിൽ വാട്ടർ എടുത്തു. എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടിലും തെർമോമീറ്റർ വെച്ചു. ഇതുപോലെ സ്റ്റാൻഡിൽ. എന്നിട്ട് വെയിലത്ത് കൊണ്ട് വെച്ചു കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. ഓക്കെ, വളരെ എളുപ്പമല്ലേ? അങ്ങനെ നോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ടെമ്പറേച്ചർ കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു 20 മിനിറ്റ്സ് വാച്ച് ചെയ്തു. 5 മിനിറ്റ്സ് നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചു. സോയിലിന്റെയും വാട്ടറിന്റെയും ടെമ്പറേച്ചർ എഴുതി വെച്ചു. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? യു വിൽ ഫൈൻഡ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോയിൽ റൈസസ് മോർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. എന്താണ് അർത്ഥം? അതായത് സോയിലാണ് പെട്ടെന്ന് ചൂട് പിടിച്ചത് അല്ലെ, വാട്ടറിനേക്കാൾ പെട്ടെന്ന് ചൂടായത് ആരാണ്? സോയിലാണ്. ദിസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദ സോയിൽ ഹീറ്റ്സ് അപ്പ് ഫാസ്റ്റർ ദാൻ വാട്ടർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സോയില് വാട്ടറിനേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഹീറ്റ് ആയത്. ഡസ് ദ സോയിൽ ഓൾസോ കൂൾ ഫാസ്റ്റർ ദാൻ വാട്ടർ? ആണോ? നമുക്ക് നോക്കിയാലോ. ആഫ്റ്റർ ലെറ്റിംഗ് ദ സോയിൽ ആൻഡ് വാട്ടർ ഗെറ്റ് ഹീറ്റഡ്, ബ്രിങ് സെറ്റപ്പ് ഇൻഡോർ. അകത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം 20 മിനിറ്റ് നമ്മൾ നോക്കി. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സോയിൽ കൂൾ ഫാസ്റ്റർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാൾ പെട്ടെന്ന് കൂളാവുന്നത് ആരാണ്? സോയിൽ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സോയില് പെട്ടെന്ന് ചൂടാവുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുന്നു. ക്ലിയർ? മറന്നു പോവല്ലേ? സോയില് പെട്ടെന്ന് ചൂടായി, അതുപോലെ തന്നെ പെട്ടെന്ന് അതിന്റെ ചൂട് പോവുകയും ചെയ്തു. അതേസമയം വാട്ടർ ആണെങ്കിലോ കുറച്ച് താമസിച്ചാണ് ചൂടായത്, അതുപോലെ തന്നെ താമസിച്ചാണ് അത് കൂളായത്. ഈ ഒരു പോയിന്റ് പിടികിട്ടിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സീ ബ്രീസ് എന്താണ്, ലാൻഡ് ബ്രീസ് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ക്ലിയർ? അപ്പൊ നമുക്ക് എന്താണ് സീ ബ്രീസ്, എന്താണ് ലാൻഡ് ബ്രീസ് നമുക്ക് നോക്കാം. ഈ പിക്ചർ ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മുടെ പീപ്പിൾ ലിവിങ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എക്സ്പീരിയൻസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ കോസ്ഡ് ബൈ ദ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ഡിഫറെന്റ് അറ്റ് റേറ്റ്. ഇവർക്ക് ഈ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ ആണ് അവരുടെ ആ ഒരു ലാൻഡും അതുപോലെ തന്നെ വാട്ടറും.
വാട്ടർ എന്താണ്? നമ്മുടെ സീ വാട്ടർ അല്ലേ? അത് കൂള് ചെയ്യുന്നതും ഹീറ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം ആക്ടിവിറ്റി ഇല്ലേ, അത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അപ്പോൾ പകൽ സമയമാണിത് കേട്ടോ. പകൽ സമയമാവുമ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഏത് ഭാഗമായിരിക്കും പെട്ടെന്ന് ചൂടാവുന്നത്? നമുക്കറിയാം നമ്മുടെ സോയിലാണ് പെട്ടെന്ന് വാം ചെയ്യുന്നത്. അതാണ് വാം എന്ത് ചെയ്യുന്നത്? ലാൻഡ് പെട്ടെന്ന് വാം ചെയ്യുന്നു. കാരണം സണ്ണല്ലേ. അപ്പൊ നമ്മൾ കൺവെക്ഷനിൽ എന്താണ് പഠിച്ചത്? ഇത് കൺവെക്ഷന്റെ ആപ്ലിക്കേഷൻ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൺവെക്ഷനിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. നമ്മുടെ ചൂടായി കഴിയുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള എയർ എന്താകുന്നു? ചൂടാകുന്നു അല്ലെ? അപ്പൊ ചൂടായ ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവര് ലൈറ്റ് ആവുന്നു, അതുപോലെ തന്നെ അവര് മുകളിലേക്ക് പോകുന്നു. ക്ലിയർ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പകൽ സമയം ഇവിടെ നല്ല മണ്ണ് നന്നായിട്ട് ചൂടാവുന്നു, മണ്ണിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന എയറും ചൂടാകുന്നു. അങ്ങനെ ആ എയർ എന്ത് ചെയ്യുന്നു? ലൈറ്റ് വെയിറ്റ് കുറയുന്നു, അങ്ങനെ അത് മുകളിലേക്ക് പോകുന്നു. ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മുടെ സീ എന്താണ്? നമ്മൾ പറഞ്ഞു പയ്യെ ചൂടാവുള്ളൂ. അപ്പൊ അതായത് സീ അവിടെ തണുത്ത് കിടക്കാണ് അല്ലെ? അപ്പൊ അവിടെയുള്ള ആ ഒരു എയർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങ് വരും. ക്ലിയർ? നമ്മുടെ ഈ ചൂട് വായു മുകളിലേക്ക് പോയപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഇങ്ങ് വരും. അപ്പൊ എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് നല്ല തണുത്ത കാറ്റ് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ഈ ഒരു സീ വാട്ടറിന്റെ ഭാഗത്ത് നിന്ന് ലാൻഡിലേക്ക് വരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അങ്ങനെ ഈ വരുന്ന ഈ തണുത്ത കാറ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൂളർ എയർ ടു മൂവ് ഫ്രം ദ സീ ടുവേർഡ്സ് ദ ലാൻഡ്. ലാൻഡിലേക്ക് വരുന്നു. ദിസ് മൂവ്മെന്റ് ഓഫ് കൂളർ എയർ ഫ്രം ദ സീ ടു ദ ലാൻഡ് ഈസ് കോൾഡ് സീ ബ്രീസ്. വളരെ എളുപ്പമല്ലേ പറഞ്ഞത്? അപ്പൊ ആകെ നിങ്ങൾ രണ്ട് കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഒന്ന് മണ്ണാണ്. ലാൻഡ് പകൽ എന്താണ്? പെട്ടെന്ന് ചൂടാകുന്നു. എന്ത് ചെയ്യുന്നു? ആ സമയത്ത് സെയിം സമയത്ത് നമ്മുടെ സീ എന്താണ്? വളരെ പയ്യാണ് ചൂടാവുന്നത്. അതായത് അവിടെ എന്താണ്? തണുത്ത എയർ ആണ് ഉള്ളത്. അതിന്റെ തൊട്ട് മുകളിൽ തണുത്ത എയറും, ഇതിന്റെ തൊട്ട് മുകളിൽ എന്താണ്? ചൂടായതുകൊണ്ട് ചൂട് എയറുമാണ്. ചൂടാത് മുകളിലേക്ക് പോകുന്നു. ആ സ്ഥലത്തേക്ക് കൂളർ എയർ നമ്മുടെ അതായത് തണുത്ത കാറ്റ് നമ്മുടെ അങ്ങോട്ട് വീശുന്നു. കണ്ട ആ തെങ്ങിന്റെ ആ ഒരു ഓലയൊക്കെ എങ്ങോട്ടാണ് വരുന്നത്? കണ്ടോ, ഇങ്ങോട്ട് വരുന്നു. അത് കാണിക്കുന്നുണ്ട് തണുത്ത കാറ്റ് വീശുന്നതെന്നാണ്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് എന്താണ്? വളരെ സുഖമായിരിക്കും അല്ലെ? നല്ല തണുത്ത കാറ്റ് പകല് കിട്ടും ഈ ചൂടത്തും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ഡോറും ജനലും ഒക്കെ സീയുടെ നേരെ കാണുന്ന രീതിയിൽ, സീയുടെ അങ്ങോട്ട് ടുവേർഡ്സ് സീയിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് അവർ പണിഞ്ഞിരിക്കുന്നത്. കാരണം ആ പകലത്തെ ഒരു ചൂട്, ആ ചൂടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവരത് പണിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ നമ്മള് പകൽ അല്ലെ, ഡേ ടൈമിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നൈറ്റിൽ എവിടെ ആയിരിക്കും കൂളർ, എവിടെ ആയിരിക്കും ഹോട്ടർ ആയിട്ടിരിക്കുന്നത്? നമുക്കറിയാം അല്ലെ, മണ്ണ് പെട്ടെന്ന് തന്നെ ചൂടാവുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്? ലാൻഡാണ് വളരെയധികം കൂളായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സീ എന്താണ്? പയ്യെ തന്നെ തണുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ ഇപ്പൊ ചൂടായിട്ടിരിക്കുകയാണ് വെള്ളമെല്ലാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ കൂളർ ലാൻഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ എന്തായിരിക്കും? അതും കൂളായിരിക്കും. അതുപോലെ തന്നെ വാമർ ആയിട്ടുള്ള സീയുടെ മുകളിലുള്ള എയർ എന്തായിരിക്കും? അതെന്താണ്? വാം എയർ ആയിരിക്കും. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കൺവെക്ഷൻ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? വാമർ എയർ എന്താകും? അത് ലൈറ്റർ ആകും. ലൈറ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുകളിലേക്ക് പോകും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പൊ ആ ഒരു സ്പേസിലേക്ക് കൂളർ ആയിട്ടുള്ള എയർ വരണം. അത് എവിടെ നിന്ന് വരും? ലാൻഡിൽ നിന്ന് വരും. അപ്പൊ ലാൻഡിൽ നിന്ന് തണുത്ത എയർ, അതായത് തണുത്ത കാറ്റ് നമ്മുടെ സീഡ് അങ്ങോട്ട് പോകും. സീയുടെ മുകളിലുള്ള ചൂട് മുകളിലേക്ക് പോകും. കണ്ട ആ ഒരു ഇപ്പൊ ആ ഓല എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? കാറ്റ് ഇങ്ങോട്ട് വീശുന്നത് കൊണ്ട് നമ്മുടെ സീയിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അതായത് കൂളർ എയർ ഫ്രം ദ ലാൻഡ് ദെൻ മൂവ് ടുവേർഡ്സ് ദ സീ. കൂളർ എയർ ലാൻഡിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? സീയിലോട്ട് പോകുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അത് ഇത്രയേ ഉള്ളൂ. ലാൻഡ് ബ്രീസ് എന്താണ്, സീ ബ്രീസ് എന്താണ്? വളരെ എളുപ്പമല്ലേ? ഇപ്പൊ പീപ്പിൾ ലിവിംഗ് നിയർ ദ സീ ഷോർ എക്സ്പീരിയൻസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് റിവേഴ്സസ് ഇൻ ദ ഡേ ആൻഡ് നൈറ്റ്. ക്ലിയർ ആയോ?
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ കണ്ടക്ഷനും കൺവെക്ഷനും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം ആരുടെ എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്? പേം ആൻഡ് പാൾട്ടൺ ആണ് അല്ലേ? അവർ എവിടെ ഇരുന്നുകൊണ്ടാണ്? നല്ല തണുത്ത ഇരിക്കുകയാണ്. അതുകൊണ്ട് അവർ എവിടാണ്? സിറ്റിംഗ് അറൌണ്ട് ദ ഫയർ പ്ലേസ്. അപ്പൊ ഇങ്ങനെ പേമ പറയാണ്, ഐ വണ്ടർ ഹൗ ഹീറ്റ് ഫ്രം ദ ഫയർ റീച്ചസ് അസ്. നമ്മുടെ അടുത്തോട്ട് എങ്ങനെയാണ് ഈ ഒരു വാം കിട്ടുന്നത്, ഈ ഫയറിൽ നിന്ന് എങ്ങനെയാണ് ഈ വാം കിട്ടുന്നത് എന്നാണ് അവരുടെ അടുത്ത ഡൗട്ട്. ഭയങ്കര ഡൗട്ടുള്ള രണ്ട് കുട്ടികളാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നു. ക്ലിയർ? ഓക്കെ, അപ്പൊ അവരുടെ ഗ്രാൻഡ് ഫാദർ ഞാൻ പറഞ്ഞല്ലേ, അദ്ദേഹം ഒരു സയൻസ് ടീച്ചർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, tells them that the heat transfer in this case takes place directly from the fire. അതായത് അവർ ഫയറിന്റെ അടുത്ത് ഇരിക്കല്ലേ, അതായത് നമ്മൾ എന്താ തീ കായുക എന്ന് പറയും അല്ലേ? അപ്പൊ അവിടെ നിന്ന് അവർക്ക് വാം കിട്ടുന്നുണ്ട്, ആ ഒരു തണുപ്പിൽ നിന്ന് അവർക്കൊരു ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? കൺവെക്ഷനും അല്ല, കണ്ടക്ഷനും അല്ല, പിന്നെന്താണ്? ഫയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ചൂട് അവരുടെ ദേഹത്തേക്ക് കിട്ടുകയാണ്. അതിന് പറയുന്ന പേരാണ് റേഡിയേഷൻ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ പ്രത്യേകിച്ച് മീഡിയം ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ആ ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്നും, ഇവിടെ ഹോട്ട് ഒബ്ജക്റ്റ് ഫയർ ആണ്, ആ ഫയറിൽ നിന്ന് അല്ലെങ്കിൽ ഇനി ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? റേഡിയേഷൻ. ദ ഹീറ്റ് ഓഫ് ദ സൺ റീച്ചസ് അസ് ത്രൂ ദിസ് പ്രോസസ്. നമ്മുടെ ഹീറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ഹീറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ റേഡിയേഷൻ വഴിയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് കണ്ടക്ഷൻ, എന്താണ് മീഡിയം? സോളിഡിലൂടെ പോകുന്നതാണ് അല്ലെ? അപ്പൊ ലിക്വിഡും ഗ്യാസും എന്താണ്? കൺവെക്ഷൻ ആണ്. പ്രത്യേകിച്ച് മീഡിയം ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? റേഡിയേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. കാരണം ഒരു ഹോട്ട്, നമ്മൾ നല്ല ചൂട് ചായ, ഓക്കെ, ചൂട് ചായ എടുത്ത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വെറുതെ വെച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തണുത്തിരിക്കുന്നു. അതെങ്ങനെയാണ് തണുത്തത്? നമ്മുടെ ആ ചൂട് ചായയിൽ നിന്നുള്ള ആ ഒരു ഹോട്ട്, ആ ഒരു ഹീറ്റ് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ആ സറൗണ്ടിങ്ങിലേക്ക് അങ്ങ് പോയി. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയത് കൊണ്ടാണ് ആ ഒരു ചൂട് ചായ എന്തായത്? കൂളായത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? Okay, you must have observed that hot utensils kept away from the flame. ഇപ്പൊ ഫ്ലെയിമിന്റെ അവിടെ നിന്ന് away മാറ്റി വെക്കുകയാണെങ്കിൽ cools down after some times. ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ. What is the reason? The hot utensils cool down by radiating heat to its surrounding. അതിന്റെ സറൗണ്ടിങ്ങിലേക്ക് അതിന്റെ ഹീറ്റ് എന്ത് ചെയ്തു? അത് റേഡിയേറ്റ് ചെയ്തു. ക്ലിയർ? അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിൽ എന്താണ് ഓർക്കേണ്ടത്? അതിന് മീഡിയം ഇല്ല, ഡയറക്റ്റ് ആയിട്ട് അത് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കാം. നമുക്കറിയാം അല്ലെ, നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ എന്താണ്? വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർഡ് ക്ലോത്ത് ആണ് ഇടുന്നത് അല്ലെ? അതാണ് കൂടുതൽ. അതായത് സമ്മറിൽ എന്താണ്? നമ്മൾ ലൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്, കൂടുതലും വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ചൂട് കൂടുതൽ എടുക്കാതിരിക്കാനാന്ന് പറയും. അതേസമയം നമ്മൾ വിന്ററിൽ എന്താണ്? കുറച്ച് ഡാർക്ക് കളർഡ് ക്ലോത്ത് ഇടും. അതെന്തിനാണ്? നമുക്ക് കുറച്ച് ചൂട് കിട്ടാനായിട്ട് അല്ലെ? നമുക്ക് ആ ഒരു തണുപ്പിൽ നിന്ന് കുറച്ച് ചൂട് കിട്ടാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതെന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് അറിയാമോ? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ലൈറ്റ് കളർഡ് ക്ലോത്ത്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഹീറ്റ് വരുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അതിനെ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതായത് പുറത്തേക്ക് വിടും. അപ്പൊ ചൂടിനെ പുറത്തേക്ക് വിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സമ്മറിൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് മോർ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റ് കളർഡ് ക്ലോത്ത് ഇടുന്നു. കാരണം സമ്മറിൽ നല്ല ചൂടല്ലേ? ഓക്കെ, ഇനി അതേസമയം വിന്ററിൽ എന്താണ്? ഡാർക്ക് കളർ. ഡാർക്ക് സർഫസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ അവര് ഹീറ്റിനെ അങ്ങ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് വലിച്ചെടുക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ? കുറച്ചുകൂടി ചൂടാകും. അതുകൊണ്ടാണ് നമ്മൾ സമ്മറിൽ അങ്ങനത്തെയുള്ള ഡ്രസ്സ് ഇടാത്തത്. പകരം അത് നമ്മൾ എപ്പോഴിടും? വിന്ററിൽ ഇടും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ക്ലിയർ? അപ്പൊ നമ്മൾ പഠിച്ചു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 രീതി പഠിച്ചു. ഒന്ന് കണ്ടക്ഷൻ, ഒന്ന് കൺവെക്ഷൻ, റേഡിയേഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട്.
Okay, അപ്പോൾ there are many examples in our daily life where we can observe conduction, convection and radiation happening together. ഒരുമിച്ച് നടക്കുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ പോവാണ് കേട്ടോ. ഒരു പാൻ എടുത്തു, അതിലേക്ക് വെള്ളം വെച്ചു, നേരെ ഗ്യാസിലേക്ക് വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ തീ കത്തിച്ചു. അപ്പൊ എന്താണ്, ഇവിടെ ഫയർ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകുന്നു? ആ പാത്രം എന്താണ്? ഒരു നമ്മുടെ ഒരു മെറ്റൽ പാത്രമാണ്. ക്ലിയർ, ഒരു മെറ്റൽ പാൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹീറ്റ് ഈ മെറ്റൽ പാനിന്റെ ആ മെറ്റലിന്റെ ഒരു പാർട്ടിക്കിളിലേക്ക് ചെല്ലുന്നു, അത് അടുത്ത പാർട്ടിക്കിളിലേക്ക് പോകുന്നു, ആ ഹീറ്റ് അടുത്ത പാർട്ടിക്കിളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു പാൻ എന്താകുന്നു? വളരെ ഹോട്ട് ആകുന്നു. ഇതിന് നമ്മൾ എന്തോ ഒന്ന് പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു? അതാണ് കണ്ടക്ഷൻ അല്ലെ. അതായത് ഒരു പാർട്ടിക്കിളിൽ നിന്ന് ഹീറ്റ് അടുത്ത പാർട്ടിക്കിളിലോട്ട്, അതായത് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിലേക്ക് ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതിന് നമ്മൾ കണ്ടക്ഷൻ എന്നാണ് പഠിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ്? ഈ പാൻ ഹീറ്റ് ആകുമ്പോൾ അതിന്റെ താഴെയാണ് തീ അല്ലേ, അപ്പൊ അതിന്റെ വെള്ളം, അതിന് തൊട്ട് മുകളിലുള്ള വെള്ളത്തിന്റെ അവിടെയുള്ള ആ ഒരു പാർട്ടിക്കിൾ എന്താകും? ഹീറ്റ് ആകും. ഹീറ്റ് ആകുമ്പോൾ എന്താണ് വെള്ളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ലിക്വിഡ് ആണ്. ലിക്വിഡിൽ എന്താണ്? കൺവെക്ഷൻ ആണ് സംഭവിക്കുന്നത്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാർട്ടിക്കിൾ ഹീറ്റ് ആകുമ്പോൾ ലൈറ്റ് ആകുന്നു. ലൈറ്റ് ആകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. ആ ഭാഗത്തേക്ക് കൂളായിട്ടുള്ള പാർട്ടിക്കിൾ വരുന്നു. അവർ പിന്നെ ചൂടാകുന്നു, അവർ ഹീറ്റ് ആകുന്നു. അവിടെ ചൂട് കൂടുമ്പോൾ ലൈറ്റ് ആകുന്നു, അവർ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു പാർട്ടിക്കിൾ എന്താണ്? ഇങ്ങനെ ചൂടായി റൊട്ടേറ്റ്, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുമ്പോൾ ആ ഒരു വെള്ളം എന്താകുന്നു? ചൂടാകുന്നു. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? കൺവെക്ഷൻ. ഇനി അടുത്ത റേഡിയേഷൻ. നമുക്ക് ഇത് ഈ തീയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് ചൂട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ തീയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് അല്ലെ ഹീറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്? അത് റേഡിയേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ കണ്ടക്ഷൻ, ഹീറ്റിംഗ് ടേക്സ് പ്ലേസ് when one particle receives heat, transfer heat to the next particle in contact and so on. The particle themselves do not move away from their position. അവരുടെ പൊസിഷൻ ഒന്നും മാറുന്നില്ല. പകരം എന്താണ്? ഹീറ്റ് ഓരോ പാർട്ടിക്കിളിലേക്ക് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് പോവുകയാണ്, ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. നമ്മൾ പണ്ട് ബുക്ക് ട്രാൻസ്ഫർ ചെയ്ത കാര്യം പറഞ്ഞില്ലേ, അതുപോലെ. ഇനി കൺവെക്ഷൻ എന്താണ് ഇവിടെ നടക്കുന്നത്? ആ വെള്ളത്തിൽ, ലിക്വിഡിലാണ് അല്ലെ. ഇൻ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. കൺവെക്ഷൻ എന്താണ്? അവിടെ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ്, നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നോട്ട് ദാറ്റ് ഇൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ എ മീഡിയം മസ്റ്റ് ബി പ്രസന്റ് ഹൂസ് പാർട്ടിക്കിൾ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഇവിടെ എന്ത് വേണം? ഒരു മീഡിയം എന്തായാലും വേണം. കണ്ടക്ഷൻ അത് സോളിഡ് ആയിരുന്നു, കൺവെക്ഷന് എന്താണ്? ലിക്വിഡും അതുപോലെ തന്നെ ഗ്യാസിലുമാണ് കൺവെക്ഷൻ നടക്കുന്നത്. ഇൻ കേസ് ഓഫ് റേഡിയേഷൻ ഹീ ട്രാവൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് നോ എന്താണ്? മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ എ ട്രാൻസ്ഫർ. ഇതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നന്നായിട്ട് മനസ്സിലായോ? ഇനി നമുക്കൊരു ഫാസിനേറ്റിംഗ് ഫാക്റ്റും കൂടെ നോക്കാം. ഇപ്പൊ കണ്ടതുപോലെ തന്നെ 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന് ഒരു എക്സാമ്പിളും കൂടെയാണ് ഇത്. ഇതെന്താണ്? ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ട്രഡീഷണൽ റൂം ഹീറ്റർ ആണ് ഇത് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ബുഖാരി. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ അയൺ സ്റ്റൗ. ഒരു അയൺ സ്റ്റൗ ആണ്. അതുപോലെ വുഡ്, ചാർക്കോൾ ഒക്കെ വെച്ചിട്ടാണ് ഈ അയൺ സ്റ്റൗ നമ്മൾ ബേൺ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അത് അതുപോലെ തന്നെ ഒരു ലോങ് പൈപ്പും ഉണ്ട്, ചിമ്മിയായിട്ട് അത് യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് കുക്ക് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? കണ്ടക്ഷൻ വഴിയാണ് കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൂം വാം ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ്? ആ ഒരു എയർ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? നടക്കുന്നത് കൺവെക്ഷൻ വഴിയാണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. റൂം ചൂടാകുമ്പോൾ ഹോട്ട് ആയിട്ടുള്ള എയർ ഇങ്ങോട്ട് വരുന്നു, ഈ റൂമിലുള്ള കൂൾ ആയിട്ടുള്ള എയർ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. അങ്ങനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൂം എന്ത് ചെയ്യുന്നു? വാം ആകുന്നു. അതുപോലെ തന്നെ റേഡിയേഷൻ എന്താണ്? ഹീറ്ററിന് ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ആ ഒരു ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ റേഡിയേഷൻ നടക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. എന്തൊക്കെയാണ്? റേഡിയേഷൻ ഉണ്ട്, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ടർ സൈക്കിൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മതി ഇന്നത്തേക്ക്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വായിച്ചു നോക്കുക.